ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന രണ്ട് അഭിനേതാക്കൾ. തലതൊട്ടപ്പന്മാരൊന്നുമില്ലാതെ സ്വന്തം കഴിവുകൊണ്ട് വിജയിച്ചവർ. അവർ സുഹൃത്തുക്കൾ കൂടിയാണ്. സ്വാഗതം ചെയ്യാം ദർശന രാജേന്ദ്രൻ, റോഷൻ മാത്യു. സ്വാഗതം. നമ്മൾ രണ്ടുപേരെയും കൂടെ വീണ്ടും കാണുമ്പോൾ പ്രേക്ഷകർക്കെല്ലാം സന്തോഷവും ഒപ്പം തന്നെ അമിത പ്രതീക്ഷയുമാണ് അല്ലേ? ഞങ്ങൾ എന്താണ് പാരഡൈസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ എടുക്കുന്ന പാരഡൈസ് ഒരു എല്ലാ രീതിയിലും ഒരു കൊളാബറേറ്റീവ് പ്രോജക്റ്റാണ്. ഒരു മലയാള സിനിമ എന്ന് മാത്രം പറയുന്നത് ചിലപ്പോൾ ശരിയാവില്ല. ഇതിൽ മലയാളി ആക്ടേഴ്സായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കഥ നടക്കുന്നതും മറ്റ് കഥാപാത്രങ്ങളും ഒക്കെ ശ്രീലങ്കൻസ് ആണ്. കഥ നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്കത്ര പരിചിതമല്ലാത്ത ഭയങ്കര യുണീക്കായിട്ട് തോന്നുന്ന ഒരു സിനിമയായിരിക്കും ഡെഫിനറ്റ്ലി. എങ്കിൽ അതിൽ എല്ലാവർക്കും, എല്ലാ മനുഷ്യനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. കേശവ് അമൃത എന്ന് പറയുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് ബേസിക്കലി ഈ കഥയുടെ എക്സ്പ്ലോറേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അത് ശ്രീലങ്കയിൽ കൊണ്ടിട്ട് കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു സംഭവം, അതല്ല ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ മാറ്റുന്നു, ഈ ആൾക്കാരെ എങ്ങനെ മാറ്റുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നു, അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അതിൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട്, അതൊക്കെ ഭയങ്കര യൂണിവേഴ്സലി റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ സാധാരണ ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു സിനിമ പോലെയോ അല്ലെങ്കിൽ ഒരു കൂടെ തിയേറ്ററിൽ കളിക്കുന്ന മറ്റു പടങ്ങൾ പോലെയോ ഒന്നും ഡെഫിനറ്റ്ലി തോന്നില്ല. യൂണീക്കായിട്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും. അത് റോഷനിലേക്ക് ആ ഉത്തരം വിട്ടുകൊടുത്തിട്ട് മിണ്ടാതെ കേൾക്കുകയാണ് ഒരാൾ. കറക്റ്റാണ്, ഞാൻ പറഞ്ഞ എല്ലാം കറക്റ്റ് ആൻസറാണ്. നമ്മൾ ഈ പോസ്റ്ററിൽ കാണുമ്പോൾ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ചില പേരുകളുണ്ട്. മദ്രാസ് ടോക്കീസ് അല്ലേ, പ്രശാന്ത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയ സിനിമ, ഇത്രയും എന്നാ പറയുന്നത് ഫെസ്റ്റിവലുകളിലൊക്കെ പോയി കുറേ അവാർഡുകൾ വാരിക്കൂട്ടുന്നു. എനിക്കൊന്ന് ദർശനം പോയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ്? അതെ, ഞാൻ എൻ്റെ ഫിലിംസ് ഫെസ്റ്റിവൽസിൽ പ്ലേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. ഞാൻ പറയായിരുന്നു, ഈ ജയഹേ കഴിഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ വിസിറ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ആ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ തിയേറ്റർ വിസിറ്റ്സിന് ഇങ്ങനെ പോകുമ്പോൾ ചാടി ഓരോ തിയേറ്ററിൽ പോയി ആ പടം അവരുടെ കൂടെ കാണുമ്പോൾ അവരുടെ റിയാക്ഷൻസ് വേറെ, അതിൻ്റെ തന്നെ വേറൊരു ചാപ്റ്റർ പോലെയായിരുന്നു. ഈ പടത്തിന് ഇങ്ങനെ സ്ക്രീനിങ്സിന് പോയാൽ അവിടുത്തെ ഓരോ സ്ക്രീനിങ്, ഓരോ സ്ഥലത്തെയും ഓഡിയൻസിൻ്റെ കൂടെ ആ പടം കാണുക. ഇവിടെ പുതിയതായിട്ടുണ്ടായിരുന്നത് ഈ ഡിസ്കഷൻസ് ഉണ്ടാവും പടം കഴിഞ്ഞ്. എല്ലാവരും ഓരോ ഇൻ്റർപ്രിറ്റേഷൻസും എല്ലാം ഓരോ സ്ഥലത്തും ഓരോ സ്ക്രീനിങ്ങിലും മാറിക്കൊണ്ടേയിരുന്നു. ഇത് അങ്ങനത്തെ ഒരു പടം കൂടിയാണ്. എല്ലാവർക്കും അതിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ ഭയങ്കര, ഞാൻ ബുസാനിൽ പോയിരുന്നു, മാമി ഞാൻ പോയി, റോഷൻ IFFK കണ്ടിരുന്നു. നല്ലൊരു എന്താ പറയുക, എൻഗേജ്മെൻ്റ് ആയിട്ട് തോന്നി. ഭയങ്കര ഐ വാസ് വെരി പ്രൗഡ് ദാറ്റ് ഇങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റി. കാരണം ഇങ്ങനെ ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ അറിയാലേ റോഷൻ, സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർ കൂടുതലും വരുന്നൊരു സ്ഥലമാണ്. എങ്ങനെയുണ്ടായിരുന്നു IFFKയിലെ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ഭയങ്കര IFFK ഒന്നാമത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം ഞങ്ങളുടെ കൂടെയുള്ള ശ്രീലങ്കൻ ആക്ടേഴ്സും ഡയറക്ടർ പ്രസന്ന വിത്താനഗി സാർ, പിന്നെ ഞങ്ങളുടെ ക്രൂവിലുണ്ടായിരുന്ന ദമിന്ദ എന്ന് പറഞ്ഞിട്ട് ക്രൂവിലുണ്ടായിരുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വന്നതിൻ്റെ സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ യൂണിയൻ പോലെയായിരുന്നു. അതെ, എത്താനും പറ്റിയില്ല അന്ന്. അവർ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന IFFK. അപ്പോൾ ഈ പടം നമ്മുടെ ഓഡിയൻസ് മലയാളികൾ എങ്ങനെ റിസീവ് ചെയ്യുന്നതെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. കാരണം ഇതൊരു ഗ്ലോബൽ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പ്രസന്ന സാർ ചെയ്തിരിക്കുന്നത്. ശ്രീലങ്കയുടെ ഉള്ളിലെ ഒരു കഥയാണ് സാറിന് പറയേണ്ടത്. അതിന് ഈ ഒരു മലയാളി കപ്പിൾ അങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നത്, ഒരു ഇന്ത്യൻ പ്രൊഡക്ഷൻ ഹൗസ് ഇതിൽ കയറുന്നു, ഇങ്ങനെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സിനിമ ചെയ്യുന്നത് തന്നെ ഇതിന് കുറച്ചും കൂടെ ഒരു വൈഡർ റീച്ച് കിട്ടാനാണ്. ഒരു ഗ്ലോബൽ ഓഡിയൻസിന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഗ്ലോബൽ ഓഡിയൻസിൻ്റെ ഭാഗമാണ് ഡെഫിനറ്റ്ലി മലയാളി ഓഡിയൻസും. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇത് നമ്മുടെ നാട്ടുകാരായതുകൊണ്ടും കൂടെ ഈ പടത്തിൻ്റെയും നമ്മുടെയും ഒക്കെ ഒരു ഹോം കമ്മിങ് ആണുള്ളത് IFFKയിൽ വരുന്നത്. അപ്പോൾ IFFKയിൽ ഒരു സ്ക്രീനിങ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയുണ്ട്, അതിൻ്റെ Q&A എന്തൊക്കെ ആൾക്കാർ ചോദിക്കും, പിന്നീട് അഭിപ്രായങ്ങൾ എന്തൊക്കെ പറയും, നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് അത് കാണാനുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം കൂട്ടുകാരാണെന്ന് തോന്നുന്നു നമ്മളോട് ഏറ്റവും സത്യസന്ധമായ അഭിപ്രായം പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ് പാരഡൈസ് കണ്ടിട്ട് കൂട്ടുകാർ പറഞ്ഞത്? പാരഡൈസ് കണ്ട കൂട്ടുകാർ രാജേഷും ഐ തിങ്ക് ദിവ്യയും ദീപ്തി, ഡോൺ പാലാത്ര, ഇവരൊക്കെയാണ് അന്ന് IFFK സ്ക്രീനിങ്ങിനുണ്ടായിരുന്നത്. എല്ലാവരും ഭയങ്കര രസമായിട്ട് അന്ന് ഞങ്ങളെല്ലാവരും രാവിലെ ഡോണിൻ്റെ പടം കണ്ടു, ഫാമിലി കണ്ടു, പിന്നീട് പാരഡൈസ് കണ്ടു. അപ്പോൾ എല്ലാവരും ഈ രണ്ട് സിനിമകളെ പറ്റി സംസാരിച്ചു. ഭയങ്കര രസമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എല്ലാവരിൽ നിന്നും വന്നത്. പ്രത്യേകിച്ചും രാജേഷിൻ്റെയൊക്കെ ഒപ്പീനിയൻസ്. രാജേഷ് ഒരു ആക്ടറും മേക്കറും ഒക്കെയാണ്.
അപ്പോൾ രാജേഷിൻ്റെയൊക്കെ ഒപ്പീനിയൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കര വാല്യുബിളാണ്. പടത്തിനെ പറ്റി എക്സാക്ട്ലി ചർച്ച ചെയ്ത വിഷയങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തൊരു ഓഡിയൻസിന് അത് കണക്റ്റ് ആവണമെന്നില്ല. ഒരുപാട് സന്തോഷം തോന്നുന്ന ഫീഡ്ബാക്കാണ് അവിടുന്ന് കിട്ടിയത്. ആൾക്കാരുടെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ റെസ്പോൺസ് പോലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുക ഇതൊരു സർവൈവൽ ത്രില്ലർ ആണോ എന്ന് തോന്നും, പക്ഷെ അതല്ല എന്ന് അല്ലേ നമുക്ക് കുറച്ച് പേർക്ക് അറിയാം. അതുമാവാം. അതെ, ഒരു രീതിയിൽ ഇവർ രണ്ടുപേരും ഒരു നാട്ടിൽ പോയിട്ട് അവിടെ പെട്ടുപോകണല്ലോ. അവരുടെ സാധനങ്ങളെല്ലാം മോഷണം പോവാണ് ഫസ്റ്റ് അവിടെ എത്തിയ ദിവസം തന്നെ. അപ്പോൾ അവിടെ പോയി പെട്ടുപോകുന്നു എന്നുള്ള ആംഗിളിൽ ആലോചിച്ച് നോക്കിയത് ഒരു സർവൈവൽ ത്രില്ലറും കൂടെയാണ്. പക്ഷേ സിനിമ പറഞ്ഞു വെക്കുന്ന മറ്റൊരു തലവും കൂടി അല്ലേ പാരഡൈസിനുണ്ട്. ഇപ്പം ദർശനയിലേക്കായിരുന്നു റോഷനിലേക്കാണ്, അത് ഒരുമിച്ചാണോ നിങ്ങളിലേക്ക് ഈ സിനിമ എത്തിയത്? റോഷനാണ് ആദ്യം ഈ പ്രോജക്റ്റിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് റോഷൻ രാജീവേട്ടനുള്ള ഒരു പ്രോജക്റ്റ്, ഇതിൻ്റെ ഒരു ബേസിക് ഒരു പരിപാടിയൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പം തന്നെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഈ പ്രോജക്റ്റ് നടക്കണം, അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു കാസ്റ്റിംഗ് ചോയ്സസ് ഒക്കെ അങ്ങനെ ഓഡിഷൻ നടക്കുന്നുണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. പിന്നെ ഒരു റീകൺസിഡറേഷൻ പോലെ വന്ന സമയത്താണ് എന്നിലേക്ക് എത്തുന്നത്. ദർശന എന്തായിരിക്കും പാരഡൈസിലെ എക്സൈറ്റ് ചെയ്യിച്ചൊരു ഫാക്ടർ എന്തായിരിക്കും? എനിക്ക് പല കാര്യങ്ങളായിരുന്നു. ഇതൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചില പടങ്ങൾക്ക് എന്തായാലും ചെയ്യണം, അത് നല്ലതായിരിക്കുമല്ലോ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നതും വരുന്നതും ഒരുമിച്ച്, അങ്ങനെ ഓൾറെഡി കഥ വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു നല്ലതാവുമല്ലോ എന്നുള്ളൊരു ഫീലിങ്ങിലാണ് കഥ വായിക്കുന്നത്. കഥ വെരി ക്വിക്ക്ലി എനിക്കൊരു ഹുക്ക് കിട്ടി. ഇമോഷണലി എനിക്ക് ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാനുള്ളതും അതിൽ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ മൂവ് ചെയ്തു ഭയങ്കരമായിട്ട്. പിന്നെ അതൊന്നുമല്ലാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ എന്ന് തോന്നി. ബിക്കോസ് ഈ ക്യാരക്ടർ അമൃത എന്ന് പറയുന്ന കുട്ടി, ഷീസ് ഗോയിങ് ത്രൂ മെനി തിങ്സ്. ഈ ജേർണിയിൽ നടക്കുന്ന പല പല സംഭവങ്ങളുണ്ട്, പക്ഷെ സംസാരിക്കുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ ഈ നടന്ന സംഭവങ്ങളും അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വാക്കുകൾ കൂടെ അല്ല ഓഡിയൻസ് അറിയുന്നതും, അമൃതയുടെ ഇമോഷൻസ് അറിയുന്നത്, അമൃതേനെ അറിയുന്നതും വാക്കുകളിൽ കൂടെ അല്ല. അപ്പോൾ അതെനിക്കൊരു നല്ല സ്പേസ്, ചാലഞ്ചിങ് ആസ് എൻ ആക്ടറാണെന്ന് തോന്നി. അങ്ങനെയൊക്കെയാണ് ഞാൻ യെസ് പറഞ്ഞത്. ഇപ്പം ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ രാജീവ് രവി സാറാണ് അല്ലേ? അപ്പോൾ രണ്ടുപേരും നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, മൂത്തോനും ഒപ്പം തുറമുഖവും. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക്, നമ്മുടെ നാട്ടിലല്ല മറ്റൊരു സ്ഥലത്ത്, ലങ്കയിൽ തന്നെ ആയിരുന്നു ഫുള്ള് ഷൂട്ട് അല്ലേ? അപ്പം എങ്ങനെയായിരുന്നു സാറിൻ്റെ കൂടെ ഒരു എക്സ്പീരിയൻസ് വേറൊരു സ്ഥലത്ത്? രാജീവേട്ടനോട് ഷൂട്ട് ചെയ്യുന്ന മൂത്തോൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ദിവസങ്ങളുണ്ട്, ഏകദേശം ഒരു മാസം ഫുള്ള് ഞങ്ങൾ അടുപ്പിച്ച് ഷൂട്ട് ചെയ്തു. രാജീവേട്ടൻ്റെ ഒരു സീൻ ചെയ്യുന്നത് ആസ് ആക്ടേഴ്സ് നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അതായത് നമ്മൾ അവിടെ ഒരു ക്യാമറ ഉണ്ടെന്നും ഈ സീൻ ഈ ഓരോ ഷോട്ടുകളായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക വേണ്ട ഒരു പോയിന്റിലും അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് തടസ്സമായിട്ട് വന്ന് നിൽക്കില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഇമ്പാക്റ്റ് കൂടത്തേ ഉള്ളൂ രാജീവേട്ടൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ. അതെങ്ങനെയോ ചിലപ്പോൾ അതേ ഒരു മേക്കറും കൂടെ ആയതുകൊണ്ടൊക്കെ അത് സാധിച്ചെടുക്കുന്നതായിരിക്കും. പ്രസന്ന സാറിന് രാജീവേട്ടൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ലാസ്റ്റ് പടം രാജീവേട്ടനാണ് ഷൂട്ട് ചെയ്തത്, ഗാഡി ചിൽഡ്രൻ ഓഫ് ദ സൺ എന്ന് പറഞ്ഞിട്ടൊരു പടം. അപ്പോൾ അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഓൾറെഡി ഉള്ളതാണ്. അവർക്ക് ഒരുപാട് നേരം നിന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഷോട്ടിന് മുമ്പ്. അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങും. ഒരു സീൻ നമ്മൾ എന്താണെന്ന് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് നിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്കത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അതിനകത്ത് അത്ര എളുപ്പമുള്ള ഷൂട്ടൊന്നും ആയിരുന്നില്ല. ഒരു വണ്ടിക്കകത്തുണ്ട് കുറേ സീക്വൻസസ്, വണ്ടിക്കകത്ത് ഓരോ ഷോട്ടുകൾ മാറ്റി വയ്ക്കാൻ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ ചെയ്യണം. ഇപ്പോൾ രാജീവേട്ടൻ്റെ ടീമിൽ ചന്ദ്രകാന്ത് മാധവ് എന്ന് പറഞ്ഞിട്ടൊരു, ചന്ദ്രൻ ഇപ്പം ഇൻഡിപെൻഡൻറ്റ് DOP ആണ്, ഗോ എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്ത ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ രാജീവേട്ടനൊക്കെ കൂടിയിട്ട് കുറേ റിഗുകളും പരിപാടികളൊക്കെ കാറിന് വേണ്ടിയിട്ട് ഡിവൈസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നമ്മൾ ബാറ്ററി ഓപ്പറേറ്റഡ് സാധനങ്ങൾ, ഇത് കാറിൽ മൂവ് ചെയ്യുന്നു, ക്യാമറ അല്ലെങ്കിൽ സീറ്റ് മാറ്റിയിട്ട് ഇന്നൊരു സാധനം വെക്കുന്നു. അപ്പോൾ അവരുടെ സൈഡിൽ ഇംപ്രവൈസ് ചെയ്ത് അവരുടെ എക്സൈറ്റ്മെൻറ്റിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുള്ളി നമ്മുടെ സാധനം ചെയ്യുകയും ചെയ്യാം. ഇവരെല്ലാവരും കൂടെയാണ് ഇത് മേക്ക് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഫുള്ളി റിലാക്സ് ചെയ്ത് നമ്മുടെ പണി ചെയ്യാം. ഒരു ഷോട്ട് പോലും പോയി കാണേണ്ട ആവശ്യമൊന്നും ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ എന്തായാലും നല്ലതായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ. അപ്പോൾ അത് ഭയങ്കര വലിയ ലഗ്ജറിയാണ്. കാരണം ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വണ്ടിയിലെ പോലെ തന്നെ നമുക്ക് ഇമോഷണലി അല്ലേ നമുക്ക് ഭയങ്കര കൂളായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചിരിച്ച് അങ്ങനത്തെ ഒരു സിനിമയല്ല അല്ലേ. നമ്മളെയും കുറേ ആക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില സിനിമകൾ കഴിഞ്ഞാലും ചില കഥാപാത്രങ്ങൾ നമ്മളെ പോകില്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിലെ അമ്മുവും കേശവും എങ്ങനെയായിരുന്നു? എനിക്ക്
ഭയങ്കര എന്താ പറയുക റിലേറ്റബിൾ ആയിട്ട് തോന്നി പല സ്പേസസിലും. എനിക്ക് അത് എൻറ്റർ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടല്ലാത്ത മീൻസ് ഇൻ ടേംസ് ഓഫ് ഇമോഷൻസ് ഈ കുട്ടി എങ്ങനെയാണ് അങ്ങനത്തെ പല എന്നെ പോലെ കുറേ സ്ഥാനങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പടത്തിൽ അത് ഈ ക്യാരക്ടറിൽ. അപ്പോൾ എനിക്കത് ഒരു ഇറ്റ് വാസ് റിയലി നൈസ് ടു അത് പോർട്രേ ചെയ്യാൻ പറ്റിയത്. ഇത് മുഴുവൻ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതിൽ ഈ പടത്തിൻ്റെ ആ ജേർണിയിൽ ഐ തിങ്ക് എനിക്ക് അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ നോർമലി പടം കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാവും, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ അങ്ങനെയൊന്നുമില്ല.